അപ്രതീക്ഷിതമായി ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഈ കാര്യം ഇറാൻ ഏറെക്കുറെ തീരുമാനിച്ചതാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു. അഥവാ ഇറാൻ്റെ രഹസ്യം ചോർത്തിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് ഇസ്രായേൽ പ്രതികരിക്കുകയാണ്. അഥവാ നമ്മൾ വിചാരിക്കും പോലെയോ മനസ്സിലാക്കുന്ന പോലെയോ അല്ല ഇറാൻ്റെ സ്വഭാവവും രീതിയും. അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന് ചുരുക്കം. പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും പങ്കെടുത്ത വളരെ പ്രധാനമായിരിക്കുന്ന ഒരു നെസറ്റ്, അതായത് അവരുടെ പാർലമെൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അവസാനിച്ചു. അതിൽ പ്രധാനമായിരിക്കുന്ന ചർച്ച തന്നെ ഇത് തന്നെയാണ്. ഇറാൻ്റെ ഭാഗത്ത് ഒരു ആക്രമണം ഉണ്ടാവും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കും. അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ സംശയമുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് പ്രതിരോധം തീർക്കണം. ആ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് എയർ സ്ട്രൈക്ക് നടത്തുക, മിസൈൽ റെസ്പോണ്ട് കൊടുക്കുക, ടാർഗറ്റ് മിലിറ്ററി ഓപ്പറേഷൻ നടത്തുക, ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഇറാനെ പ്രതിരോധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് സൈനികർക്ക് ആ കാര്യം നിർദ്ദേശം നൽകുകയും എല്ലാവിധ സംവിധാന കാര്യങ്ങളും ഒരുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ വിറക്കുന്നു. ആക്രമിച്ചാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ഭയമുണ്ട്. ചില പത്രങ്ങൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത് ഈ കാര്യമാണ്. എന്താ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ഇറാൻ്റെ അകത്ത് പ്രക്ഷോഭ സമരങ്ങളൊക്കെ ഉണ്ടായി. അത് ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്തു. ഉണ്ടായിരുന്ന ആ സമയത്ത് വലിയ രീതിയിലുള്ള ഇടപെടൽ ഇസ്രായേൽ നടത്തി. ഇസ്രായേൽ അവിടുത്തെ പ്രക്ഷോഭകാരികളോട് പറഞ്ഞത്, തീർച്ചയായിട്ടും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. ജനാധിപത്യപരമായ രീതിയിലുള്ള പോരാട്ടത്തിൽ സർവ്വത പിന്തുണയുണ്ട്. ഭരണമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. സാമ്പത്തിക തകർച്ചയും തൊഴിലില്ലായ്മയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദി ആ രാജ്യത്തിലെ സർക്കാരാണ്. ഭരണം മാറണം, പുതിയ ഭരണ സംവിധാനങ്ങൾ വരണം, ജനാധിപത്യക്രിയ വിജയിക്കണം. ഈ തരത്തിലൊക്കെ ആയിരുന്നു അവർ പറഞ്ഞത്. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് വല്ലാതൊന്നും അഭിപ്രായം ഇസ്രായേൽ പറയാതായി. കാര്യം എന്ന് പറഞ്ഞാൽ 31 പ്രവിശ്യയിലും സാരമായിട്ട് ബാധിക്കപ്പെട്ടതായിരുന്നു ഇറാൻ്റെ പ്രക്ഷോഭ പരമ്പര. വിദ്യാർത്ഥികൾ തുടങ്ങി, തൊഴിലാളികൾ തുടങ്ങി, അത് വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു, പിന്നെ ജനകീയ പ്രക്ഷോഭമായി. ഈ 31 പ്രവിശ്യയിൽ ഓരോ പ്രവിശ്യയും ഇറാൻ്റെ സൈനികർ നിയന്ത്രിച്ചു, അല്ലെങ്കിൽ അടിച്ചൊതുക്കി. അങ്ങനെ അത് കുറഞ്ഞു വന്ന സമയത്ത് പിന്നീട് ഇറാൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഇസ്രായേലും അമേരിക്കയുമാണ്. അവരതിന് ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിനെ ചൂണ്ടി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അവർ ഭൂപടത്തിൽ നിന്ന് നീങ്ങേണ്ടവരാണ്. അവരിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമല്ല. ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയും ധൈര്യവും സംവിധാനമുണ്ട്. 12 ദിവസം കൊണ്ട് ഞങ്ങളത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിന് അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? അവർ ശ്രദ്ധ കാണിക്കുന്നത് നല്ലതാണ് എന്നൊരു മുന്നറിയിപ്പ് നൽകി. ഇത് പരിശോധിച്ചും പഠിച്ചു നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇറാൻ പറഞ്ഞത് അവർ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഇന്നലകളിലെ ചരിത്രത്തിൽ എന്ന് ഇസ്രായേലിനും ബോധ്യമായി. അപ്പോൾ പിന്നെ ഈ ഇറാൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോവുകയും അവർ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഊന്നിരിക്കുന്ന പ്രവർത്തനത്തിൽ കാഴ്ചവെക്കുകയും ചെയ്തു. ഇറാഖ് മുമ്പ് ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു. സമാനമായ രീതിയിലുള്ള ഒരു തുടർ പ്രവർത്തനം ഇറാനിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അഥവാ അമേരിക്ക ഇറാൻ ആക്രമിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തിരിച്ചടി ഉണ്ടാവുക ഇസ്രായേലിന് നേരെയായിരിക്കും എന്ന് ചുരുക്കം. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോ ഗാലന്റ്, സൈനിക വക്താവ് എഫി ഡർഫിൻ ഇവരെല്ലാവരും പങ്കെടുത്ത വളരെ പ്രധാനമായിരിക്കുന്ന മീറ്റിംഗാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണ സംവിധാനത്തിന് എന്തെങ്കിലും വിളക്കമോ പ്രയാസമോ ഉണ്ടാവുകയാണെങ്കിൽ സർവ്വനാശവും ഇസ്രായേൽ അവർ വിതക്കും. അതിനുശേഷം മാത്രമേ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കൂ. അതിനുശേഷം മാത്രമേ അറേബ്യൻ രാജ്യത്തുള്ള സൈനിക ബേസിനെ ആക്രമിക്കൂ. ശത്രു തീർച്ചയായിട്ടും നമ്മളാണ്. അതവർ തുറന്ന് പറയുന്നുണ്ട്. ഭൂപടത്തിൽ നീങ്ങേണ്ട രാജ്യം ലോകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഇസ്രായേലാണ്. സർവ്വനാശം ലോകത്തുണ്ടാക്കുന്നവരാണ്. അവരാലുള്ള പ്രയാസം മാത്രമാണ് ലോകം അനുഭവിക്കുന്നത്. അത് ഒതുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങൾ തയ്യാറാവുന്നില്ലെങ്കിൽ ആ ദൗത്യം ഇറാൻ ഏറ്റെടുക്കും. അങ്ങനെ പറയുന്നു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായ രീതി അല്ലെങ്കിൽ പൊതുരംഗത്തൊക്കെ വളരെ സജീവമായ രീതിയിൽ ധൈര്യമുണ്ട്, ആവേശമുണ്ട്, സൈനികരുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, തങ്ങൾക്ക് ഒതുക്കാൻ വേണ്ടി സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ വല്ലാതെ രീതിയിൽ വിങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ കാര്യം കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധം അത് തെളിയിക്കപ്പെട്ടു. അത് വലിയൊരു ബോധ്യം ഇസ്രായേൽ വരുത്തി. ഞങ്ങൾ ഇത്രത്തോളേ ഉള്ളൂ എന്നുള്ളത് അതേ ബോധ്യം തന്നെ ലോകത്തിനും വരുത്തി. ഇറാൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന ശക്തിയുള്ള രാജ്യമല്ല, അവർ അതീവ ശക്തിയുള്ള രാജ്യമാണ് എന്നൊരു ബോധ്യം ലോകത്തിനും ഉണ്ടാക്കിയത് ഈ ഇസ്രായേലിൻ്റെ ആക്രമണമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, വലിയ രീതിയിലുള്ള പ്രയാസം ഇസ്രായേൽ അനുഭവിക്കുന്നു. അവർ വിറക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ വിറക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് വെറുതെ പറഞ്ഞൊന്നല്ല.
അതിൻ്റെ പിന്നാമ്പുറങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ ലോകത്തിനത് ബോധ്യപ്പെടും. അത് നിസ്സാരമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പരിണത ഫലമായിട്ട് അത് അവസാനിക്കുകയില്ല. ടൈറ്റാനിക്കിനെ ഓർക്കുന്ന തരത്തിൽ അബ്രഹാം ലിങ്കണിനെ കപ്പലിനെ പോലും ഓർക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുമെന്ന് ഇതിനു മുൻപ് ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ചില ഓർമ്മ പുസ്തകങ്ങൾ നിങ്ങൾ കൈവശത്തിൽ വെക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവനോടെ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവുന്നവർ വായിക്കട്ടെ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. ഈ ആശയത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനുള്ളത് സർവനാശം ഇറാനാലെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർ ചലനമാണ് ഇസ്രായേൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്.